സോ നമുക്ക് നേരെ ജംഗ്ഷൻ ബോക്സിൻ്റെ ഡിസൈനിലോട്ട് പോകാം. നമ്മളിവിടെ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു ഫയൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഞാൻ ജംഗ്ഷൻ ബോക്സ് എന്ന പേരിൽ സേവ് ചെയ്യുന്നു. സോ ആ ഫയൽ ജംഗ്ഷൻ ബോക്സ് എന്ന പേരിൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ ഒരു ജംഗ്ഷൻ ബോക്സ് കാണിച്ചപ്പോൾ അതിന് ടോട്ടൽ 4 പാർട്ടായിരുന്നു ഉള്ളത്. ഒന്ന് ബോക്സ്, പിന്നെ ഒന്ന് ലിഡ്, പിന്നെ 2 സ്ക്രൂസും ആണുള്ളത്. അങ്ങനെ 4 പാർട്ടാണ് ആ ഒരു ജംഗ്ഷൻ ബോക്സിന് ടോട്ടലായിട്ടുള്ളത്. സോ നമ്മളത് 4 കോമ്പണൻറ്റ് അല്ലെങ്കിൽ 4 സബ് ഫയൽസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഈ ഒരു ജംഗ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞ് സേവ് ചെയ്ത ആ മെയിൻ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ കോമ്പണൻറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇത് നമ്മുടെ ആദ്യത്തെ കോമ്പണൻറ്റ് നമ്മൾ ബോക്സ് ആയിട്ടാണ് എടുക്കുന്നത്. സോ നെയിം ഞാൻ ബോക്സ് എന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുത്ത് സേവ് ചെയ്യുന്നു. അതുപോലെ തന്നെ വീണ്ടും ഞാൻ ക്രിയേറ്റ് ന്യൂ കോമ്പണൻറ്റ് കൊടുത്ത് നെയിം ഞാൻ ലിഡ് എന്ന് കൊടുത്ത് ഞാൻ സേവ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 2 കോമ്പണൻ്റ് ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ബോക്സ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ബോക്സിൻ്റെ തന്നെ നമ്മൾ ടോപ്പ് വ്യൂ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ആദ്യം ബോക്സ് സെലക്ട് ചെയ്യാൻ ഈ ഒരു മൗസ് ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ റൗണ്ടിലൊരു ബ്ലാക്ക് ഡോട്ട് ഉള്ളത്. അത് സെലക്റ്റഡ് ആയ കോമ്പണൻറ്റിനാണ് അത് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ലിറ്റാണ് സെലക്ട്, നമുക്ക് ബോക്സ് ആണ് വർക്ക് ചെയ്യേണ്ടത്. സോ ബോക്സിൻ്റെ ഇവിടെ കൊണ്ടുവരും, നമുക്കിവിടെ ഒരു സർക്കിൾ കാണാം. അപ്പോൾ അത് സെലക്ട് ചെയ്യാനായിട്ട് ആ ഒരു സർക്കിളിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബ്ലാക്ക് ഡോട്ട് വരുന്നതാണ്. ഇപ്പോൾ ബോക്സ് എന്ന് പറയുന്ന കോമ്പണൻ്റ് ആണ് സെലക്റ്റഡ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം. സോ നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ന്യൂ സ്കെച്ച് എന്ന മുകളിലുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന പ്ലെയിൻ, അതായത് ഈ ടോപ്പ് വ്യൂകളെല്ലാം നമ്മൾ ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലും സൈഡ് വ്യൂസും ഫ്രണ്ട് വ്യൂസ് എല്ലാം വെർട്ടിക്കൽ പ്ലെയിനിലുമാണ് ഡ്രോ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ നമുക്ക് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ട്, മോഡിഫൈ ചെയ്യാനുള്ള ടൂൾസ് ഉണ്ട്, കൺസ്ട്രെയിൻസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ടൂൾസ് ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യം റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മളിവിടെ പോയി ഡയറക്റ്റ് ഈ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൂൾസ് കാണാം. അതിൽ എളുപ്പത്തിൽ നമ്മൾ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡിൽ എസ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ സെർച്ച് ബാർ കണക്ക് വന്നിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് ഏത് ടൂളാണോ വേണ്ടത് അത് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. സോ നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന റെക്റ്റാങ്കിൾ ടൂൾ എന്ന് പറഞ്ഞ ടൂളാണ്. സോ റെക്റ്റാങ്കിൾ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 3 ടൈപ്പ് റെക്റ്റാങ്കിൾ ടൂൾ ഉണ്ട്. സെൻറ്റർ റെക്റ്റാങ്കിൾ, 2 പോയിൻറ്റ് റെക്റ്റാങ്കിൾ, 3 പോയിൻറ്റ് റെക്റ്റാങ്കിൾ. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സെൻറ്റർ റെക്റ്റാങ്കിൾ ആണ് വേണ്ടത്. സെൻറ്റർ റെക്റ്റാങ്കിൾ എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഏത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു പ്ലെയിനിൻ്റെ ഒറിജിൻ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെൻറ്റർ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ഓറിയൻറ്റ് ചെയ്യുമ്പോഴും അത് ഗ്രൗണ്ട് ചെയ്യുമ്പോഴും ഒക്കെ എളുപ്പമായിരിക്കും. സോ നമ്മൾ ഈ ഒരു മൗസിൻ്റെ ഈ ഒരു ക്രോസെയർ നമ്മൾ ഈ ഒരു ഒറിജിൻ്റെ പോയിന്റിൽ ഇവിടെ വരുമ്പോൾ നമുക്കൊരു സ്ക്വയർ കാണുന്നതായിട്ട് കാണാം. അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നീങ്ങി കഴിയുമ്പോൾ നമുക്ക് കാണാം ലെങ്ത്തും ബ്രെഡ്ത്തും വന്നിട്ടുണ്ടാവും. ലെങ്ത്ത് നമ്മൾ 83 സെറ്റ് ചെയ്തു. ഇനി ബ്രെഡ്ത്ത് സെറ്റ് ചെയ്യാനായിട്ട് അടുത്ത റീഡിങ്ങിലോട്ട് പോകണം. അതിനുള്ള കീബോർഡിലെ കീ എന്ന് പറയുന്നത് ടാബാണ്. സോ ടാബ് ക്ലിക്ക് ചെയ്യുക. സോ അടുത്ത റീഡിങ്ങിലോട്ട് പോയി അത് 34 കൊടുത്തു. ഇനി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡ്രോയിങ് അവിടെയായി. ഇവിടെ നമുക്ക് കുറച്ച് സിമ്പിൾസ് എല്ലാം കാണാം. ഇതെല്ലാം കൺസ്ട്രെയിൻസ് ആണ്. അതായത് നമ്മൾ വരച്ചിരിക്കുന്ന ഒരു 2D ഡ്രോയിങ് ആണ്. അതൊരു 3D സർഫസിലാണ് വരച്ചിരിക്കുന്നത്. സോ അതവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കണം എങ്കിൽ അതിന് കുറച്ച് കൺസ്ട്രെയിൻസും ഡയമെൻഷൻസും മാർക്ക് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ ഡയമെൻഷൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്, കൺസ്ട്രെയിൻസും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾസ് നോക്കിയാൽ കാണാം. ഈ ഒരു സിമ്പിൾ മാർക്ക് ചെയ്തേക്കുന്ന പാരലൽ ലൈൻസിനെയാണ്. അതായത് ഈ ഒരു സൈഡും പാരലാണ്, ഈ ഒരു സൈഡും പാരലാണ്. അതാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സിമ്പിൾ കാണിച്ചിരിക്കുന്നത് വെർട്ടിക്കൽ ഹൊറിസോണ്ടലിൻ്റെയാണ്. സോ ഇത് നമ്മുടെ ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. ഇത് പെർപെൻഡിക്കുലർ ലൈൻ്റെ സിമ്പിളാണിത്. അത് ഈ സൈഡിൽ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു സൈഡ് പെർപെൻഡിക്കുലർ ആണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. സോ അങ്ങനെ കൺസ്ട്രെയിൻസ് കൊടുത്തേക്കുന്നത് നമ്മുടെ ഈ ഒരു 2D ഡ്രോയിങ് 3D സർഫസിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബോക്സ് സ്ട്രക്ചറാണ്. നമുക്കറിയാം നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ്, ഒരു ജംഗ്ഷൻ ബോക്സ് ആണ് ഉണ്ടാക്കുന്നത്. സോ നമുക്കൊരു ബോക്സ് സ്ട്രക്ചർ വേണം. അപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കിളിൽ നമ്മൾ ബോക്സ് സ്ട്രക്ചറിലോട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് അതിനൊരു ഹൈറ്റ് വേണം. ആ ഒരു ഹൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രൂഡർ എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് ഇ ആണ്. സോ നമ്മൾ ഈ ഒരു സർഫസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം വീണ്ടും നമ്മൾ ആ സർഫസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റീഡിങ് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ എക്സ്ട്രൂഡിൻ്റെ സെറ്റിങ്സും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ സെറ്റിങ്സ് ഒന്നും മാറ്റണ്ട, ജസ്റ്റ് ഹൈറ്റ് മാത്രം നമുക്ക് ഈ ഒരു ബോക്സിന് നമുക്ക് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ചാർട്ട് വെച്ച് 38 ആണ്. സോ 38 ഹൈറ്റ് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. സോ ഇതിപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ഹൈറ്റും ആയിട്ടുണ്ട്.
ഇപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ഹൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇതിൻ്റെ അകത്തൊരു ഹോളോ ഒരു സർഫസ് ഉണ്ട്. സോ അത് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു ഡ്രോയിങ് മൊത്തം ഒരു പ്ലെയിനിലാണ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഡ്രോയിങ് എന്ന് പറയുന്നത് ഫേസിലാണ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ഫേസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫ്യൂഷൻ 360ൽ 2 സർഫസുകളിലാണ് നമുക്ക് ഒരു ഡ്രോയിങ്, ഒരു സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്ന ഒരു പ്ലെയിനിലായിരിക്കും, അതായത് ഇങ്ങനെ XYZ പ്ലെയിനിലായിരിക്കും, അല്ലെങ്കിൽ ഉള്ളത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ഫേസിലായിരിക്കും. സോ ഞാൻ ഈ ടോപ്പ് ഫേസ് ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കുന്നു. സോ നമ്മളിപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് ഫേസിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് 4 സെൻറ്റിമീറ്റർ അകത്ത് വാൾ വിഡ്ത്തുള്ള ഒരു റെക്റ്റാങ്കിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ വീണ്ടും റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് സെൻറ്റർ റെക്റ്റാങ്കിൾ എടുക്കുക, 4 കുറച്ചിട്ടുള്ള റീഡിങ് കൊടുത്തിട്ട് റെക്റ്റാങ്കിൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അത്രയും ചെയ്യാൻ മടിയാണ്, അല്ലെങ്കിൽ എല്ലാ കാൽക്കുലേഷനും ചെയ്യാനുള്ള സമയം നമുക്കില്ല എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ എളുപ്പത്തിൽ വേറൊരു വഴിക്ക് ചെയ്യാം. അതായത് ക്ലിക്ക് ചെയ്യുക കീബോർഡിൽ, ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഓഫ്സെറ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടൂൾ കാണും, ഓഫ്സെറ്റ്. ഈ ഒരു ഓഫ്സെറ്റ് എടുക്കുക. ഒരു ഓഫ്സെറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ഈ റെക്റ്റാങ്കിളിൻ്റെ പുറത്തെ ആ ഒരു ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ടൂൾ വരും. ഇതെന്ന് പറയുന്നത് പുറത്തോട്ട് നീട്ടുന്നതോറും നമുക്ക് ഈ ഒരു പുറത്തോട്ടാണ് വാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഫ്സെറ്റ് വാല്യൂ നമുക്ക് കൂടി വരുന്നതും, അകത്തോട്ടാണ് വരുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വാല്യൂ വരുന്നതാണ്. സോ നമുക്ക് അകത്തോട്ട് നിൽക്കണം വാൾ, അത് -4 നിൽക്കണം. സോ -4 ഞാൻ ഓഫ്സെറ്റ് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് എന്തായി? നമുക്ക് ആ ഒരു ഓഫ്സെറ്റ് 4 സൈഡിലും, അതായത് നമുക്കിനി എങ്ങനെ ഈ ഒരു വാൾ നമുക്ക് ചേഞ്ച് ചെയ്താലും ഇവിടെ -4 തന്നെ ആ ഒരു ഓഫ്സെറ്റ് വാല്യൂ ഉണ്ട്. സോ ഞാൻ ഈ ഒരു സർഫസ് സെലക്ട് ചെയ്യുന്നു, വീണ്ടും എക്സ്ട്രൂഡിന് വേണ്ടി ഞെക്കുന്നു. ഇത് ഞാൻ താഴത്തോട്ട്, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യാനാണ് പോകുന്നത്. അത് എന്തൂരമാണ് കട്ട് ചെയ്യുന്നത്? ഈ ബോട്ടം സർഫസിൽ നിന്നും 4 സെൻറ്റിമീറ്റർ വിട്ട് നിൽക്കുന്ന രീതിയിലാണ് എനിക്ക് കട്ട് ചെയ്യാൻ. സോ അതിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതിന് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഈ ഒരു എക്സ്റ്റെൻഡ് ടൈപ്പ് നമുക്ക് ഇവിടെ ഉണ്ട്. അത് ടു ഡിസ്റ്റൻസ് ആയിരിക്കും ഇപ്പോൾ കിടക്കുന്നത്. ടു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. ടു ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസിലോട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കട്ട് ചെയ്യുന്നത്. സോ ഞാൻ ഈ ഒരു സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് താഴത്തോട്ടൊന്ന് ഓറിയൻറ്റേഷൻ മാറ്റിയതിന് ശേഷം ബോട്ടം സർഫസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം ടോപ്പ് പോർഷനിൽ നിന്ന് ബോട്ടം പോർഷൻ വരെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇതൊരു ഫോളോ ബോക്സ് പോലെയാണ് ഇപ്പോൾ ഇത് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് അങ്ങനെ വേണ്ട, 4 mm വിട്ട് നിന്നാൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് വീണ്ടും നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. സോ ആ ഒരു ഓഫ്സെറ്റ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു 4 സെൻറ്റിമീറ്റർ വിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്കിത് മാറ്റാൻ സാധിക്കും. സോ ഞാൻ -4 കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നുണ്ട്. സോ നമുക്കിപ്പോൾ കാണാം ആ 4 സെൻറ്റിമീറ്റർ വിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കും ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ റീഡിങ് എങ്ങനെ മാറ്റിക്കഴിഞ്ഞാലും ഈ ഒരു വിട്ട് എന്ന് പറയുന്നത് 4 ആയിരിക്കും. അതിപ്പോൾ താഴെ കട്ട് ചെയ്തേക്കുന്നതാണെങ്കിലും ഈ ഒരു 4 എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും.